അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ 1907 SJPS സാധുജന പരിപാലന സംഘം സ്ഥാപിതമായി. അതൊരു പ്രത്യേക ജാതിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, എല്ലാ സാധുജനങ്ങൾക്കും വേണ്ടിയുള്ളതായിരുന്നു. അങ്ങനെ അയ്യങ്കാളി ദരിദ്രർക്ക് വേണ്ടി ഒരു വേദി നിർമ്മിക്കുന്നതിൽ വിജയിച്ചു. അപ്പോൾ ക്രിസ്ത്യൻ മിഷണറി ഗ്രൂപ്പുകളും ബ്രാഹ്മണരും ഹിന്ദു നവോത്ഥാന ഗ്രൂപ്പുകളും ഒക്കെ ദളിതരെ തങ്ങളുടെ മതങ്ങളിലേക്ക് ആകർഷിക്കാൻ പരിശ്രമിച്ചു. പക്ഷേ അയ്യങ്കാളിക്ക് ഒരു മതവിഭാഗത്തോടും പ്രത്യേകമായ താല്പര്യമൊന്നുമില്ലായിരുന്നു. ദളിതരുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാണ് അദ്ദേഹം പരിശ്രമിച്ചത്. അല്ലാതെ ഒരു പ്രത്യേക ജാതിയിൽ ചേർന്നിട്ട് അവിടുന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു സ്പിരിച്വലായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനേക്കാളും മതം പഠിക്കുന്നതിനേക്കാളും നല്ലത് അവരവരുടെ ഉന്നമനത്തിന്, അവരവരുടെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയ്ക്ക് വേണ്ടിയാണ് അയ്യങ്കാളി ശ്രമിച്ചത്. അവരുടെ ആത്മരക്ഷയിൽ അദ്ദേഹത്തിന് താല്പര്യമൊന്നുമില്ലായിരുന്നു. തൈക്കാട് അയ്യാവ് സ്വാമികളുടെ ചിന്തകൾ അയ്യങ്കാളിക്ക് പ്രചോദനം കൊടുത്തു. അയ്യാവ് സ്വാമികൾ അസമത്വത്തിനും സാമൂഹ്യ വിവേചനങ്ങൾക്കുമെതിരെ പോരാടിയിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ സമൂഹത്തിൽ കാണിക്കുന്ന വിവേചനങ്ങൾക്ക് എതിരെ പോരാടിയിരുന്ന അയ്യാവ് സ്വാമികൾ അയ്യാവ് സ്വാമികളുടെ ചിന്തകളോടും അയ്യങ്കാളിക്ക് താല്പര്യം തോന്നി. അയ്യങ്കാളിക്ക് അറിയാമായിരുന്നു ക്രിസ്തു മതമോ ബ്രഹ്മനിഷ്ഠ സഭയോ ദളിതരുടെ പ്രധാന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകില്ലെന്ന്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുകയില്ല എന്നും. ഇവരൊക്കെ വെറുതെ പറയുകയുള്ളൂ, ജാതിയിലേക്ക് ചേർക്കാം, ഞങ്ങളുടെ കൂടെ പോരുമെന്ന് പറയുന്നതല്ലാതെ ഇവരുടെ അവകാശങ്ങളൊന്നും നേടിയെടുക്കാനൊന്നും ഇവരുടെ അവകാശങ്ങളൊന്നും എടുത്തു കൊടുക്കാനൊന്നും ഈ ജാതിക്കാർക്കാർക്കും സാധിക്കില്ലെന്ന് അയ്യങ്കാളിക്ക് അറിയായിരുന്നു. അധകൃത ജാതികൾ SJPSന്റെ കീഴിലാണിരുന്നു. കേരളത്തിലൊരു പുതിയ ദളിത് ചിന്താഗതി കൊണ്ടുവരാൻ SJPSന്റെ പ്രവർത്തനങ്ങൾ സഹായിച്ചു. ഇപ്പോൾ സദാനന്ദ സ്വാമിയും ശ്രീനാരായണ ഗുരുവും SJPS സ്ഥാപിക്കാൻ അയ്യങ്കാളിയെ പ്രേരിപ്പിച്ചു. SNDP സ്ഥാപിച്ചതിന് ശേഷമാണ് SJPS സ്ഥാപിതമായത്. അപ്പോൾ ആദ്യം ഉണ്ടായത് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘമാണ് SNDP. അത് നിങ്ങൾക്കറിയാം. SNDP സ്ഥാപിച്ച് കഴിഞ്ഞിട്ടാണ് SJPS എന്ന് വെച്ചാൽ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. അവയുടെ പേരുകളിലും നയങ്ങളിലും പരിപാടികളിലുള്ള സമാനതകൾ തെളിയിക്കുന്ന SNDP ആണ് SJPSന്റെ സ്ഥാപനത്തിന് പ്രോത്സാഹനമായത് എന്ന് പറയാം. അപ്പം നമ്മളിപ്പോൾ അയ്യങ്കാളിയെ പറ്റി പഠിച്ചപ്പോൾ ഇതിൽ എന്തൊക്കെയാണ്? ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അയ്യങ്കാളി അന്നത്തെ ദളിതരുടെ ഒരു പ്രശ്നങ്ങൾ, ദളിതർ അനുഭവിച്ചു കൊണ്ടിരുന്ന കഷ്ടപ്പാടുകൾ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തട്ടി. അപ്പോൾ ദളിതർക്ക് വേണ്ടിയിട്ട് പോരാടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ജീവിതം ഒഴിഞ്ഞു വെച്ചത്, അല്ലെങ്കിൽ ജീവിതത്തിൽ പരിശ്രമിച്ചത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജാതിയിൽപ്പെടുന്ന ആൾക്കാർ, അവർക്ക് കൃഷിപ്പണി മാത്രമേ അറിയാം, അവർക്ക് വിദ്യാഭ്യാസം ഇല്ല. അപ്പം അവരെ എപ്പോഴും എന്തൊരു ജന്മികൾ ഉപദ്രവിച്ചിരുന്നു, പൊതുനിരത്തിൽ നടക്കാൻ സമ്മതിച്ചിരുന്നില്ല, അതുപോലെ വില്ലുവണ്ടിയിൽ കൂടെ യാത്ര ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല, അതുപോലെ അവർക്ക് സ്കൂളിൽ വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഈ സ്ഥിതിയിലെല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ജാതിയിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്നു, ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നു എന്ന് പറയാം. എല്ലാവരെയും ഒരുമിച്ച് തയ്യാറാക്കി ഒരു സംഘമാക്കി കൊണ്ടുവന്നിട്ട് ഇതിനൊക്കെ എതിരായിട്ട് പോരാടാനായിട്ട് പരിശ്രമിച്ചു. അതിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരുവും സദാനന്ദ സ്വാമികളുമൊക്കെ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ SJPS എന്താണെന്ന് വെച്ചാൽ സാധുജന പരിപാലന സംഘം. അപ്പം അത് സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചത് സദാനന്ദ സ്വാമികളും ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം ഉണ്ടായത്? മേൽജാതിക്കാരും മധ്യവർഗ ജാതി ഗ്രൂപ്പുകളും അവരൊക്കെ സ്കൂളുകൾ നടത്തിയിരുന്നു. ദളിതർക്ക് വിദ്യാഭ്യസിച്ച് അതൊരു വെല്ലുവിളിയാകേണ്ട എന്ന ചിന്തയിലാണ് ദളിതർക്ക് വിദ്യാഭ്യാസം തരുന്നത്. അവർ വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അവർ ചോദിക്കുമല്ലോ, എന്താ ഇങ്ങനെ എന്ന് ചോദിക്കും. അപ്പോൾ അത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അവരെ തളർത്താൻ വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസം കൊടുക്കാതെ ഇരുന്നിരുന്നത്. അപ്പോൾ ദളിതർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നതിൻ്റെ കാരണം തന്നെയാണ് അവർ വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിൽ അവർക്ക് അറിവ് വർദ്ധിക്കും. അപ്പോൾ അവർ